സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംസ്തഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈശ്വര. ഹരിനാമകീർത്തനം 19-ാമത്തെ ശ്ലോകം. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട, ബദനീരിന്നു വേണ്ട നിജദാരങ്ങൾ വേണ്ടതിന്, നാരായണാച്യുത ഹരേ എന്നു ചൊൽവതിനു നാവിന്നി വേണ്ട ഹരിനാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭഗവൻ നാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേക സ്ഥലമോ അതിന് പ്രത്യേകം വസ്തുക്കളോ തീർത്ഥജലമോ സഹധർമ്മിണിയുടെ സഹകരണമോ ഒന്നും തന്നെ വേണ്ട. നാരായണ അച്യുത ഹരേ എന്ന് ചൊല്ലുന്നതിന് നാവൊഴികെ മറ്റൊന്നും ആവശ്യമില്ല. ഹരേ നാരായണ, അങ്ങേയ്ക്കായി നമസ്കാരം. നാമം ജപിക്കുവാൻ താൻ മനസ്സ് വയ്ക്കുക മാത്രമേ വേണ്ടൂ. ബാഹ്യ വസ്തുക്കളുടെയോ കൂടെയുള്ളവരുടെയോ ഒന്നും സഹകരണം ആവശ്യമില്ല. ഭഗവത് സ്മരണയോടുകൂടി നാമം ജപിക്കാൻ നാവല്ലാതെ മറ്റൊന്നും വേണ്ട. നാം നാമം ജപിക്കുന്നതിലൂടെ തൻ്റെ അന്ധഃകരണങ്ങളെ ശുദ്ധിയാക്കുക മാത്രമല്ല നടക്കുന്നത്, ശ്രവണത്തിലൂടെ ചുറ്റിലുമുള്ളവരുടെ, അത് വൃക്ഷലതാദികളുടെ വരെ പാപങ്ങളെ തീർക്കുന്നു. നാമസങ്കീർത്തനത്തിനുള്ള പ്രാധാന്യം അതാണ്. ഹരേ നാരായണ, സദാ നാമം ജപിക്കുവാറാക്കി തരണേ. അവിടുത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.